മണിക്കൂർ ഒന്നായി മാളിക്കടവ് ബസ്സിന് കാത്തുക്കുന്നു. ഈ പഹയന്മാരൊക്കെ എവിടെ പോയി? ടൂറ് പോയോ? ആള് കയറാണ്ട് ഇനിയിപ്പോ നിക്കാന് മുമ്പ് അവിടെ എത്തുവോ? സാർ എന്താടോ? വല്ലതും തരണേ സാർ. വല്ലതും തരണേന്നല്ല, വല്ല ബസ്സും വരണേന്ന് പറ. സാർ ഞാൻ രാവിലെ മുതൽ അലയുകയാണ്. ഞമ്മളും രാവിലെ മുതൽ ഈ സ്റ്റോപ്പിൽ നിന്ന് അലയാണെന്ന്. ഒന്നും കഴിച്ചിട്ടില്ല സാർ. കല്യാണമാണോ കഴിക്കാത്തത്? എങ്കിൽ കഴിക്കണ്ട, അതത്ര സുഖമുള്ള ഏർപ്പാടൊന്നുമല്ല. അനുഭവത്തിന്റെ വെളിച്ചത്ത് പറയാണ്. ചോറ് കഴിക്കാനല്ല സാർ, ഒരു 100 രൂപ തരണം സാർ. 100 റുപ്യേ? ഒരു പൊരിച്ചതും കൂട്ടി ചോറ് കഴിക്കാൻ മിനിമം 100 രൂപയെങ്കിലും വേണ്ടേ സാർ? ഓ, പൊരിച്ചവും കൂട്ടി കഴിക്കായിട്ടാണ് ഈ ഞമ്മൾ എന്നെ പൊരിച്ച കൂട്ടി ചോർന്നിട്ട് കാലം മറന്നു. ഒന്ന് പോയിക്കട അവിടുന്ന്. സാർ എന്തെങ്കിലും താ സാറേ. എന്നാൽ ഒരു 50 രൂപ താ, ഒരു ഹാഫ് ബീഫ് ബിരിയാണി കഴിക്കാനാ. താൻ ആള് കൊള്ളാലോ. എടോ, പശുവിനെല്ലാം കുളമ്പ് രോഗാണ്, ബീഫൊന്നും കഴിക്കാൻ പാടില്ല. എന്നാ ഒരു 250 രൂപ താ, കോഴി വാങ്ങി കഴിക്കട്ടെ. 250 റുപ്യേ? അതിന് കോഴിക്കാകെ 100 റുപ്യല്ലേ വില ഉള്ളടോ? സാറിന് ഒരു ജീവന്റെ വില അറിയാത്തത് കൊണ്ടാ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞത്. ജീവന്റെ വില? താൻ എന്തൊക്കെയാണ് പറയണ്? ചില സാധനങ്ങളെ ജീവൻ ഉള്ളതിനേക്കാൾ വില അത് മരിക്കുമ്പോഴാണ് സാറേ. താൻ എന്തൊക്കെ പിച്ചുപേടെ പറയുന്ന പിച്ചക്കാരാ? ഞാൻ പറഞ്ഞത് നേരാ സാറേ. ഒരു ജീവനുള്ള കോഴിക്ക് 100 രൂപ മതിയെങ്കിലേ അത് മരിച്ചതിന് ശേഷം ഒന്ന് പൊരിച്ചെടുത്താ അതിന്റെ വില ഏറ്റവും ചുരുങ്ങിയത് 250 രൂപയെങ്കിലും ആവും. അതുകൊണ്ടാ പറഞ്ഞത് പല ജീവികൾക്കും ജീവൻ ഉള്ളതിനേക്കാൾ വില അത് മരിക്കുമ്പോഴാണെന്ന്.